ഹലോ, ഇന്നൊരു ട്രാവൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കേട്ടോ വന്നിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ മോളുടെ സെക്കൻഡ് ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് മൂന്നാറ് ഒരു റിസോർട്ടിൽ പോയ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ആണ്. ഇതിൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ റൂംസ് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ജക്കൂസി റൂം വേണമെന്ന് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ മൂന്നാറ് മിക്ക സ്ഥലത്തും ജക്കൂസി റൂമിന് മിനിമം 50,000 ആയിരുന്നു റേഞ്ച് വന്നിരുന്നത്. 15,000, 15,000 രൂപ. ഓക്കെ, പക്ഷേ ഈ റൂമിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു നല്ല അടിപൊളി ജക്കൂസി റൂം. അതാണ് ഇന്നത്തെ ട്രാവൽ എക്സ്പീരിയൻസ്. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. സോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇതിൻ്റെ പേര് സിയന്ന വില്ലേജ് എന്നാണ്. ഒരു പുറത്തെ ഒരു സ്ഥലം പോലെ, ഒരു പുറം രാജ്യം പോലെ നല്ല രീതിയിൽ അവർ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുള്ളാണ്, നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട്. ഇവിടെ നമ്മുടെ റൂം കോട്ടേജ് ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഒരു ഇൻഡിവിജ്വൽ കോട്ടേജ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ആക്ച്വലി ബുക്ക് ചെയ്യുന്ന ടൈമിൽ ഈ വീഡിയോസ് ഒന്നും കണ്ടിരുന്നില്ല. നല്ല സ്പേസ് ഉണ്ടായിരുന്നു എന്നറിയാം, പക്ഷേ ഞങ്ങൾ ഇത് കണ്ടപ്പോൾ വളരെ ഞെട്ടിപ്പോയി. കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ലിവിങ് ഏരിയ ഉണ്ട്. അതൊരു വലിയ ഫാമിലിക്ക് നല്ല അടിച്ചു പൊളിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ലിവിങ് ഏരിയ. പിന്നെ ഒരു ചെറിയ കിച്ചൺ കൗണ്ടറുണ്ട്, പിന്നെ ലാവിഷ് ആയിട്ടുള്ളൊരു ഡൈനിങ് ടേബിളും, പിന്നെ ഒരു നല്ല ഫയർ പ്ലേസും ഉണ്ട്. ഈ ഫയർ പ്ലേസിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ രാത്രി തീ കത്തിച്ച് തരുന്നതാണ് അവിടെ. ഞങ്ങളിത് അഗോഡ ത്രൂ ആട്ടോ ബുക്ക് ചെയ്തത്. അഗോഡയിൽ ഫോട്ടോസ് കണ്ടപ്പോഴാണെങ്കിൽ പോലും ഞങ്ങൾ ഇത്രയും സ്പേഷ്യസ് ആണെന്നൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ ബെഡ്റൂംസൊക്കെ അവർ മോഡലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൽ തൊട്ടടുത്ത് തന്നെ ആയിട്ടോ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഡീസൻറ്റ് ബാത്റൂമായിരുന്നു. എനിക്ക് ആകെ ഒരു ചെറിയ പോരായ്മ തോന്നിയെങ്കിൽ അത് നമ്മുടെ ബെഡിൻ്റെ സൈസാണ്. ബെഡിന് ഇച്ചിരി നീളക്കുറവുണ്ടായിരുന്നു. അത് മാത്രമേ ഒരു പോരായ്മ തോന്നിയുള്ളൂ. പിന്നെ ഇതാണ് നമ്മുടെ ബെഡ്റൂമുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫസ്റ്റ് ബാൽക്കണി. ഇവിടെ നിന്ന് ആക്ച്വലി നമുക്കിത് എൻ്റയർ പ്ലോട്ട് കാണാം. പിന്നെ ഇതിനപ്പുറത്തൊരു സൈഡും കൂടെ ഉണ്ട് കേട്ടോ. അവിടെയായിട്ടാണ് ഇവർ പൂളും കുറച്ച് പാർക്കിങ്ങും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ റൂമിൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ജക്കൂസി. അത് നമ്മുടെ ബെഡ്റൂമുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വേണ്ട ബാത്ത് റോബ്സും, പിന്നെ ബബിൾ ബാത്തിനുള്ള ഷാമ്പൂ ബോട്ടിൽസും, പിന്നെ നമുക്ക് ജക്കൂസി കഴിഞ്ഞിരിക്കാൻ കുറച്ച് കസേരയും. പിന്നെ ഇതായിരുന്നു വേറൊരു മെയിൻ ഹൈലൈറ്റ്. ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ സെക്കൻഡ് ബാൽക്കണി. ഇവിടെ താഴെ ഇച്ചിരി പുല്ലൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ രാത്രി വന്നിരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഒരു ചെറിയൊരു ലൈറ്റും ഉണ്ട്. പിന്നെ നമ്മുടെ ബർത്ത്ഡേ ഗേൾ ഇവിടെ വന്നിട്ട് നല്ല ഹാപ്പി ആയിരുന്നു. കാരണം ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്, ഊഞ്ഞാലും സ്ലൈഡ്സും ഒക്കെ ആയിട്ട് നല്ലൊരു പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ രാത്രി ആയപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ തുടങ്ങി. പിന്നെ അവർ നല്ല രീതിയിൽ ആംബിയൻ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി കേട്ടോ. അതൊക്കെ നല്ല ഭംഗിയായിരുന്നു ആക്ച്വലി കാണാൻ. പിന്നെ രാത്രി ആയതോടെ ഇവിടെ ആക്ച്വലി ഒരു ക്യാമ്പ് ഫയറും ഉണ്ടായിരുന്നു, ചെറിയൊരു DJ പരിപാടി ഉണ്ടായിരുന്നു. ദിയ ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് റൂമിൽ കിടന്ന് നല്ല വഴക്കായിരുന്നു വരാൻ. പക്ഷേ ഇവിടെ വന്നിട്ടാണെങ്കിൽ ആളനങ്ങുന്നില്ല. ഞങ്ങൾ മാക്സിമം നോക്കി. പിന്നെ ഞങ്ങൾ അതിന് ടൈം കളഞ്ഞില്ല കേട്ടോ. 10 ആയപ്പോഴേ ഉറക്കം കാണിക്കാൻ തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് കേക്കൊക്കെ മുറിച്ചു. ശരിക്കും ഞങ്ങൾ ആദ്യം ഫ്രണ്ട്സിനെയും ഫാമിലീനെയും വിളിച്ച് ചെറിയൊരു പാർട്ടി നടത്തണം എന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞതോടെ ദിയെ അതൊന്നും തീരെ എൻജോയ് ചെയ്യുന്നില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ മനസ്സിലാക്കിയില്ല അവൾ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഞങ്ങൾ വേറൊരു എൻഗേജ്മെൻറ്റും ഇല്ലാണ്ട് അവളുടെ കൂടെ ഫുൾ ടൈം ഇരിക്കുന്നതിലും ടൈം സ്പെൻഡ് ചെയ്യുന്നതിലുമാണ്. അപ്പോൾ ഇത്തവണത്തെ ബർത്ത്ഡേ ഞങ്ങൾ ഇങ്ങനെ തന്നെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ പിന്നെ നല്ലൊരു ഡീസൻറ്റ് പൂളും ഉണ്ട്. തണുപ്പായതുകൊണ്ട് ദിയ തീരെ ഇറങ്ങുന്നുണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അവൾ ഫുൾ ടൈം ഈ ഹീറ്റഡ് ജക്കൂസി തന്നെയായിരുന്നു. അവൾ നല്ലോണം എൻജോയ് ചെയ്തു. ഇത് ഞങ്ങൾ അഗോഡയിൽ നിന്ന് ബുക്ക് ചെയ്തപ്പം ഞങ്ങൾ ഏകദേശം ഒരു 8,900 റുപ്പീസിനാട്ടോ ഇത് കിട്ടിയത്. ഞങ്ങൾ നല്ലോണം ദിയയുടെ ബർത്ത്ഡേ സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പം പിന്നെ കാണാം.